ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. ബന്ദികളുടെ മോചനത്തിന് ഇടപെടൽ നടത്തണമെന്ന് അവർ ആവശ്യമുയർത്തുന്നു. നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അദ്ദേഹത്തിൻ്റെ രാജിയിൽ കുറഞ്ഞൊന്നും തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഈസ്റ്റർ ആശംസകൾ. പറയൂ വിശദാംശങ്ങൾ. ഒരുപക്ഷെ ബന്ദികളെ മോചിപ്പിക്കുന്നത് വരെ തങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ലെന്നാണ് ബന്ധുക്കൾ വിളിച്ചു പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SK. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യത ഓരോ ദിവസം കഴിയുന്തോറും ഇസ്രയേലിൽ കൂടുകയാണ്. ഇന്നലെ വലിയ പ്രതിഷേധവുമായി ജനം തെരുവിലേക്ക് ഇറങ്ങുകയുണ്ടായി. ടെൽ അവീവിലും ജെറുസലേമിലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധ റാലികളിൽ പങ്കെടുത്തത്. നെതന്യാഹു അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. അതോടൊപ്പം ഈ ഹമാസ് തടങ്കലിലാക്കിയവരെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയും വേണം. കിഴിയ സൈനിക ആസ്ഥാനത്തിലേക്കും അതിന്റെ പ്രധാന കവാടത്തിലേക്കും ഒക്കെ ഈ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. ഇസ്രയേലിൽ ഉടൻ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമായി എത്തിയ ഇവരെ നിയന്ത്രിക്കുവാൻ പോലീസ് ഏറെ ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങൾ വരും ദിവസങ്ങളിൽ ഇസ്രയേൽ പാർലമെന്റിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിനൊക്കെ നേതൃത്വം നൽകിയ 16-ലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. SK, അതേസമയം ഈ ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുവാനും ഈ ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ദികളെ വിട്ടുകിട്ടുവാനുമായിട്ടുള്ള ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കും. കെയ്റോയിൽ നടക്കുന്ന ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഈജിപ്റ്റ് ആയിരിക്കും. ഈജിപ്റ്റും UAEയും കഴിഞ്ഞ ദിവസങ്ങളിൽ സംയുക്തമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി ഈ ചർച്ചകളിൽ ഏറെ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.